പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ വികസനം ശരവേഗത്തിൽ കുതിക്കുന്നു. പിറ്റ് ലൈൻ മാർച്ചിലും 15 അമൃതഭാരത് സ്റ്റേഷനുകളുടെ നിർമ്മാണം ഡിസംബറോടെയും പൂർത്തിയാവുമെന്നാണ് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകൾ റോഡ് പറളി പാലക്കാട് ടൗൺ ബൈപ്പാസ് 150 കോടി രൂപയുടെ പദ്ധതി ബോർഡിന് സമർപ്പിച്ചെന്നും DRM പറഞ്ഞു. പാലക്കാട്ടെ റെയിൽവേ വികസനം വലിയ വേഗതയിൽ പുരോഗമിക്കുകയാണ്. ടൗൺ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണിക്കായുള്ള പിറ്റ് ലൈൻ സംവിധാനത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അന്തിമഘട്ടത്തിലാണ്. മാർച്ചിൽ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ് പറഞ്ഞു. ഡിവിഷന് കീഴിൽ 15 അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണെന്നും ഡിസംബറോടെ ഇവയും പൂർത്തിയാവുമെന്നും റെയിൽവേ മാനേജർ അറിയിച്ചു. I would be more happy to share that in terms of Palghat division entirely, the Amrit Bharat station, the work is progressing really well, and almost all station, our Anshul is here and he is also getting spared. That is one part, but Amrit Bharat station, all 15 station we would like to complete within 2 months. That is up to December. കുലുക്കല്ലൂർ മേലാറ്റൂർ സ്റ്റേഷനുകളുടെ നിർമ്മാണം 50 കോടി രൂപ ചിലവിലാണ് പുരോഗമിക്കുന്നത്. 20 ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ എന്നിവയും പുതുതായി ഡിവിഷന് കീഴിലെ സ്റ്റേഷനുകളിൽ സ്ഥാപിക്കുന്നുണ്ട്. ആകെ പാലക്കാട് മാത്രം 100 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് നടക്കുന്നത്. ഒപ്പം പറളി പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ബൈപ്പാസ് നിർമ്മാണത്തിനായുള്ള 150 കോടി രൂപയുടെ പദ്ധതി റെയിൽവേ ബോർഡിന് സമർപ്പിച്ചതായും അംഗീകാരം ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും DRM പറഞ്ഞു. And Kulkulur and Melatur both work are costing more than 50 crores, in fact 55 crores. So this major infrastructure work is coming up. Apart from all FOB, lift, 20 lift and escalators which are going on in the division. But these are the major works which are costing approximately 100 crore in and around Palghat only. 2 stations, 1 pit line and 3 more FOBs of costing around 100 crores is likely to take place. പിറ്റ് ലൈൻ യാഥാർത്ഥ്യമാവുന്നതോടെ കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾ പാലക്കാട് നിന്ന് ആരംഭിക്കാനാവുമെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ വ്യക്തമാക്കി. ജനം, പാലക്കാട്.